Now we will see the topic marketing orientation and selling orientation. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന അയച്ച നോട്ട്സ് ആയിട്ട് കിട്ടിയിരുന്ന ആ ഒരു പോയിന്റുകളൂടെ നമുക്കൊന്നുകൂടെ നോക്കാം. മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലേസ് വേർ കൺസ്യൂമേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ മീറ്റിംഗ് ഫോർ ദെയർ കോമൺ പർപ്പസ്. മാർക്കറ്റ് വെർച്വൽ ആവാം, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വെർച്വലും ആവാം, ഫിസിക്കലും ആവാം. മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് sharing a particular need or want who might be willing and able to engage in exchange to satisfy their need or want. അതായത് ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിൻ്റെ കൂടെ സെല്ലേഴ്സിൻ്റെ, അവർ തമ്മിൽ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന അതിന് വേണ്ടിയുള്ള ഒരു പ്ലേസാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മാർക്കറ്റിംഗ്. Marketing means those business activities that are directing the movement of goods and services from producer to ultimate consumers or users. Sellers or producers-ൻ്റെ കയ്യിൽ നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തപ്പെടുന്ന ആ ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു പോയിന്റ് ഓഫ് കൺസംഷൻ. വില്യം ജെ സ്റ്റാൻഡൻ പറഞ്ഞ ഒരു ഡെഫിനേഷൻ ഉണ്ട്. മാർക്കറ്റിംഗ് ഈസ് എ ടോട്ടൽ സിസ്റ്റം ഓഫ് ഇൻ്ററാക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് ഡിസൈൻഡ് ടു പ്ലാൻ, പ്രൈസ്, പ്രൊമോട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് വൺ സാറ്റിസ്ഫൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അതായത് പ്ലാൻ ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈങ് പ്രോഡക്ട്സ്, വാണ്ട് സാറ്റിസ്ഫൈങ് പ്രോഡക്ട്സ് പ്ലാൻ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അതിനെ അവരിലേക്ക് എത്തിക്കുന്ന ടോട്ടൽ പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് പറയുന്നത് വി നീഡ് ടു എൻകറേജ് ന്യൂ കസ്റ്റമേഴ്സ്, എൻകറേജ് ദ പേഴ്സൺസ് ഹു നീഡ് ടു ബിക്കം ദ ഫ്യൂച്ചർ കസ്റ്റമേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ അവരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും അവരെ ആവശ്യക്കാരാക്കി മാറ്റുകയും കൂടെ ചെയ്യുന്ന പ്രോസസ്സ് കൂടി ഇതിനകത്തുണ്ടെന്ന് ഉള്ള രീതിയിലാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. Marketing management is a process of planning and executing conception, pricing, promotion and distribution of ideas, goods and services to create exchanges that satisfy individual and organizational goal. അതായത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി പോലെ പറയുന്ന പോലെ തന്നെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ്, പ്ലാൻ ചെയ്യുക, അതിനെ പ്രാവർത്തികമാക്കുക, കൺസെപ്ഷൻ, ആ ഒരു ഐഡിയ ഉണ്ടാക്കുക, എന്ത് പ്രോഡക്റ്റ് ആണെന്നുള്ള ഐഡിയ ഉണ്ടാക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രൈസ് ചെയ്യുക ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഈ ഐഡിയ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുക. ദെൻ ഇറ്റ് വിൽ ട്രാൻസ്ഫർ ഫ്രം producer to consumer, from the point of production to consumption. That will create satisfaction in the individual consumers as well as the organization. ഓർഗനൈസേഷന് പ്രോഫിറ്റും വേണം, അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സിന് സാറ്റിസ്ഫാക്ഷനും വേണം. ഇതെല്ലാം ഉണ്ടാകുന്ന രീതിയിൽ വാണ്ട് സാറ്റിസ്ഫൈയിങ് പ്രോഡക്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എ പോയിന്റ്, the selling aspect, the management aspect and marketing orientation and selling orientation. Marketing orientation means here more importance, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ more importance is given to consumers satisfaction, want satisfying products are given more importance. The products must be capable of satisfying consumers' needs. Selling orientation-ൻ്റെ കേസിൽ സെയിൽസ്മാൻഷിപ്പ്, എങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സാധനം കൺസ്യൂമേഴ്സിന് വിറ്റഴിക്കാം എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഉള്ളൂ സെല്ലിംഗ് ഓറിയൻറ്റേഷൻ. നെക്സ്റ്റ് ഇസ് accomplish organizational goals by providing better consumer satisfaction. In case of selling orientation, aggressive salesmanship is necessary than quality products. In case of marketing orientation, consumer satisfactionലൂടെ എങ്ങനെ ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാം എന്ന് പറയുന്നു. സെല്ലിംഗ് ഓറിയൻറ്റേഷനിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അല്ല, എങ്ങനെ അതിനെ കൂടുതലായിട്ട് സെയിൽസ് നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കാം, എങ്ങനെ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് സെല്ലേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ് മാത്രമാണ് സെല്ലിംഗ് ഓറിയൻറ്റേഷൻ പറയുന്നത്. Next is directing goods and services to the mind of consumers. കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലേക്ക് പ്രോഡക്ട്സിനെ നമ്മൾ എത്തിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ടത് വാങ്ങിപ്പിക്കാൻ വേണ്ടി അവരെ കൂടുതലായിട്ട്
പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ അതിന് ക്വാളിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. സെല്ലിംഗ് ഓറിയൻറ്റേഷൻ്റെ കേസിൽ ഇൻഫ്ലുവൻസിങ് കൺസ്യൂമേഴ്സ് ടുവേർഡ്സ് അക്വയറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കാൻ വേണ്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് പല രീതിയിൽ സെയിൽസ് പ്രൊമോഷണൽ മെഷേഴ്സ് ആവാം. എന്തായാലും തിങ്കിങ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഓൺലി, നോട്ട് ഫ്രം ദ പാർട്ട് ഓഫ് കൺസ്യൂമേഴ്സ്. നെക്സ്റ്റ് ഈസ് ഇനിഷ്യൽ പോയിന്റ് ഈസ് ടാർഗറ്റ് മാർക്കറ്റ്. ആരാണോ കൺസ്യൂമേഴ്സിന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ, ആൻഡ് ദെൻ അവരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റേ സെല്ലിംഗ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന പോയിന്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ ഫാക്ടറിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നു. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് സെല്ലിംഗ് ഓറിയൻറ്റേഷൻ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, മെയിൻ ഫോക്കസ് ഈസ് ഓൺ കൺസ്യൂമർ നീഡ്സ്. എല്ലാം ഒരേ പോയിന്റ് തന്നെ, വേറെ വേറെ പറയുന്നതേ ഉള്ളൂ. കൺസ്യൂമർ നീഡ്സ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഈസ് മെയിൻ ഫോക്കസ് ഇൻ കേസ് ഓഫ് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ. സെല്ലിംഗ് ഓറിയൻറ്റേഷൻ, സെയിൽസ് ഈസ് ഗെറ്റിംഗ് മോർ ഇമ്പോർട്ടൻസ്. മാർക്കറ്റ് ഓറിയൻറ്റേഷൻ്റെ കേസിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമിൻസ് എ പ്രൈസ്. സെയിൽസ് ഓറിയൻറ്റേഷൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഹൗ മച്ച് വി നീഡ് ടു സ്പെൻഡ് ഫോർ പ്രൊഡ്യൂസ് ദാറ്റ് പ്രോഡക്റ്റ്. അതിൻ്റെ കൂടുതലായിട്ട് പ്രോഫിറ്റും കൂടെ കിട്ടി എത്രയാണ് വാങ്ങിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. അവിടെയാണ് പ്രൈസ് ഫിക്സേഷൻ നടക്കുന്നത്. അല്ലെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പ്രൈസ് ഫിക്സേഷൻ നടക്കുന്നത്. മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ്റെ കേസിൽ കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമിൻസ് എ പ്രൈസ്. മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ ഇസ് ഔട്ട്സൈഡ് ഇൻ പെർസ്പെക്റ്റീവ്. ഔട്ട്സൈഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നു. ഇത് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു എന്നാണ് സെല്ലിംഗ് ഇൻസൈഡ് ഔട്ട് പെർസ്പെക്റ്റീവിൽ സെല്ലിംഗ് ഓറിയൻറ്റേഷനിൽ പറയുന്നത്. മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷനിൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ഈസ് എസെൻസ്. ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഈസ് എസെൻസ് ഇൻ കേസ് ഓഫ് സെല്ലിംഗ് ഓറിയൻറ്റേഷൻ. ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. In case of market orientation, it has long-term business planning. It need long-term business planning. അതായത് എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ടത്, ഇപ്പോൾ വേണ്ടതെന്നല്ല, ഇനി എന്തായിരിക്കും വേണ്ടത്, ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന എക്കണോമിക് ചേഞ്ചസ്, സോഷ്യൽ ചേഞ്ചസ്, കൾച്ചറൽ ചേഞ്ചസ് ഒക്കെ അനുസരിച്ച് ഹൗ ദ കസ്റ്റമേഴ്സ് മൈൻഡ് വിൽ ചേഞ്ച് എന്നുള്ളത് പോലും മനസ്സിലാക്കി മാർക്കറ്റ് റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ച് അതുണ്ടാക്കി അങ്ങനെ ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള ആക്ടിവിറ്റീസാണ്. ലോങ് ടേം ബിസിനസ് പ്ലാനിങ് വേണം ഇൻ കേസ് ഓഫ് മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ. സെല്ലിംഗ് ഓറിയൻറ്റേഷനിലെ ഷോർട്ട് ടേം ബിസിനസ് പ്ലാനിങ്, ദാറ്റ് ഇസ് വാട്ട് വി ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് വിൽ ട്രാൻസ്ഫർ ഫ്രം അവർ ഫാക്ടറി ടു കൺസ്യൂമേഴ്സ് എന്ന് മാത്രമല്ല ഷോർട്ട് ടേം ബിസിനസ് പ്ലാനിങ് ആണ് സെല്ലിംഗ് ഓറിയൻറ്റേഷൻ. നെക്സ്റ്റ് ഇസ് ദ ഒബ്ജക്റ്റീവ് ഇസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ് ഇസ് profit maximization. In case of selling orientation, it is sales maximization. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഒൺലി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആ ഒരു കോൺസെപ്റ്റിലല്ല പറയുന്നത് ഇവിടെ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ്. മറ്റേത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ഫ്യൂച്ചറിൽ അതുകൊണ്ടുണ്ടാകാവുന്ന പ്രോബ്ലം അവർ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് എഫേർട്ടാണ്. ഇൻ കേസ് ഓഫ് സെല്ലിംഗ് ഓറിയൻറ്റേഷൻ ഓൺലി ദ എഫേർട്ട് പെർസ്വേഡ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് മാത്രമേ, സെയിൽസ് പ്രൊമോഷൻ ആ ഒരു ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് സെല്ലിംഗ് ഓറിയൻറ്റേഷൻ. മറ്റേത് സ്റ്റാർട്ടിങ് ഫ്രം ദ കൺസ്യൂമേഴ്സ് നീഡ്സ്, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി ഫുൾ എല്ലാ ആക്ടിവിറ്റീസും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ് മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ. താങ്ക് യു.